നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഒഫീഷ്യലി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. ആ തൊട്ടടുത്ത നിമിഷം വരെ ഇവിടെ മോന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പിന്നെ ജോലിക്കായിട്ട് പോയി. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അടുത്തില്ലാത്തതിന്റെ. ഫസ്റ്റ് ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കും ലൈക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ അവരും ചേട്ടനോട് വിളിച്ചിട്ട് എങ്ങനെയാ എന്താന്ന് കുറെ ഡൗട്ടൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിലൊക്കെ ചേട്ടനത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാനിപ്പോൾ 3rd ഇയർ LLB പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇനിയും 2 years ഉണ്ട്. അപ്പം എനിക്കും ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. എൻ്റെ പേര് നിശാന്ത് എന്നാണ്. ഞാൻ 2023 ജൂലൈ ബാച്ചിലെ വരാന്ത റേസിലെ സ്റ്റുഡൻ്റാണ്. ഇപ്പം ഈ കഴിഞ്ഞ 2025 CGL എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അതിൽ ഞാൻ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസ് സൂപ്രണ്ട് എന്ന പോസ്റ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്സും റീസണിങ് സിലബസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 6 to 8 hours 6 to 8 months വേണ്ടി വരും. 6 to 8 മാസം വേണ്ടി വരും. GK സിലബസ് കുറേ ഉണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതെന്നാണ്. അല്ലാതെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ഓർഡർ ഇല്ലാതെ പഠിക്കുക എന്നായിരുന്നു. എസ്പെഷ്യലി GK കിട്ടുന്നതെല്ലാം ചുമ്മാ വെറുതെ വായിച്ചു പോയി. ഒരു ഓർഡർ ഇല്ലാതെ ബാക്കി ഒരു കണക്ഷൻ ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് എനിക്ക് അന്ന് പറ്റിയൊരു മിസ്റ്റേക്ക്. പിന്നെ അത് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അത് റെക്ടിഫൈ ചെയ്ത് ബാക്കി പഠിച്ചു. അതുകൊണ്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് GK നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും അതുപോലെ വീക്കായിട്ടുള്ള സബ്ജക്റ്റും GK തന്നെയായിരുന്നു. കാരണം സിലബസ് കുറേ ഉണ്ട്. പഠിച്ച് തീർക്കാതെ എക്സാമിന് പോയി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്കെന്ന് തോന്നിയത്. പിന്നെ സിലബസ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തു. ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോയി. ഓരോ സബ്ജക്റ്റ് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലോട്ട് പോയി. അതാണ് പിന്നെ ചെയ്തത്. അത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ബാച്ചിൽ, അതായത് ജൂലൈ 23 ബാച്ചിൽ എൻ്റെ മെൻറ്റർ യദു സാറായിരുന്നു. പുള്ളി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നല്ല ഓരോ സബ്ജക്റ്റിനെ പറ്റി, എക്സ്പെഷ്യലി മാത്സിനെ പറ്റി നല്ല ഇൻസൈറ്റുള്ളൊരു പുള്ളിയായിരുന്നു. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം ടയർ 1 ക്ലിയറിന് ശേഷം എക്സ്ട്രീം സർക്കിൾ ഉണ്ടായിരുന്നു. അതിൽ അതുല്യ മിസ്സായിരുന്നു ഞങ്ങളെ ലീഡ് ചെയ്തിരുന്നത്. അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സും ഇപ്പോഴും അവരായിട്ട് കോൺടാക്റ്റൊക്കെ ഉണ്ട്. അവരെല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടോട്ടകനില്ല. ഒരു ദിവസം ഇത്രത്തോളം തീർത്തു പോകാം എന്നുള്ളൊരു ഐഡിയയിൽ പഠിച്ചു വരുന്നു. എന്നാലും ഡെയിലി ഒരു മോക്ക് ടെസ്റ്റും അതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസും, അതായത് തെറ്റിയ ക്വസ്റ്റ്യനും ശരിയായ ക്വസ്റ്റ്യൻസും ഡെയിലി അത് അനാലിസിസ് ചെയ്ത് തീർക്കുമായിരുന്നു. അതായിരുന്നു ഒരു എയിം വെച്ച് പഠിച്ചത്. ബാക്കി വരുന്ന സമയത്ത് ഏതെങ്കിലും എക്സ്പെഷ്യലി GKക്കാണ് അധികം ടൈം. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ ശേഷം GKക്കാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. അപ്പം മോക്ക് ടെസ്റ്റും അനാലിസിസും കഴിഞ്ഞ് വരുന്ന ടൈം GKക്കും പിന്നെ കറണ്ട് അഫയേഴ്സിനും ടൈപ്പിങ്ങിനും ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നു. ടൈപ്പിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നല്ല ഡെയിലി ഒരു മണിക്കൂർ കൊടുക്കണം എന്നാണ് ടൈപ്പിങ്ങിൻ്റെ കാര്യത്തിന് എനിക്ക് പറയാം. മാർക്ക് വന്നപ്പം ഒരു സേഫ് സോൺ ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. അത്ര നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഒഫീഷ്യലി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. ആ തൊട്ടടുത്ത നിമിഷം വരെ ഇവിടെ മോൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പിന്നെ ജോലിക്കായിട്ട് പോയി. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അടുത്തില്ലാത്തതിൻ്റെ. ഭയങ്കര സന്തോഷം. അച്ഛനെ പിന്നെ റിസൾട്ട് മാർക്കിന് ശേഷം അച്ഛനെ കണ്ടിരുന്നു. ഹാപ്പി ആയിരുന്നു. പിന്നെ ആ അച്ഛൻ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി ട്രെയിൻ കയറിയപ്പോഴാണ് ഫൈനൽ റിസൾട്ട് വന്നത്. ഫോൺ വിളിച്ച് പറഞ്ഞു ഇനിയിപ്പം ഈ വീക്കെൻഡ് അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അന്നേരത്തേക്ക് അച്ഛനെ നേരിട്ട് കണ്ട് ഹാപ്പിയാണ്. അച്ഛൻ എന്തായാലും ഹാപ്പിയാണ്. അവന് പഠിക്കാൻ തുടങ്ങിയ കാലം അതിൽ പഠിക്കുന്നു നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. അവൻ അന്നെന്നുള്ളത് അവൻ പഠിച്ചു തീർക്കുമായിരുന്നു. ഈ എക്സാമിന് അതേപോലെ അവൻ പഠിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങുമായിരുന്നു. പിന്നെ ലഞ്ച് ടൈം കുറച്ച് റെസ്റ്റ് ചെയ്യും. പിന്നെയും വൈകിട്ടും പിന്നെ അതേപോലെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു ചിട്ടയായ പഠനക്രമത്തിലൂടെ എത്തി. മോൻ BTech ആയിരുന്നു പഠിച്ചത്. AAA ആയിരുന്നു. ബാട്ടൺ ഹില്ലായിരുന്നു പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിറങ്ങിയിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഞങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോട്ട് പോകുന്നതിനായിരുന്നു താല്പര്യം. പക്ഷെ മോൻ്റെ ഇഷ്ടപ്രകാരമാണ് മോൻ SSCയിലോട്ട് വന്നത്. അതവനത് നന്നായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തു. അതിൽ അതിയായ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പം ഒരു അറ്റംപ്റ്റ് ഫെയിലായി പോയാൽ ആദ്യം ചെയ്യേണ്ടത് എവിടൊക്കെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ അപ്പോൾ അന്നേരം വരുന്ന ട്രെൻഡ്സ് ഏതാണ് മനസ്സിലാക്കുക. ഇപ്പം പുതിയ ടോപ്പിക്ക് വരുന്നുണ്ടോ, ഇപ്പം മാത്സിന് മാത്രമല്ല റീസണിങ്ങിനായാലും ഏതിലായാലും. അപ്പം അതിൻ്റേതായ റിസോഴ്സസ് കണ്ടെത്തി പുതിയതായിട്ട് വരുന്ന ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാന്നുള്ളത്. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് പുതുതായിട്ട് വരുന്ന ട്രെൻഡ്, ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും പുതിയ ട്രെൻഡ് വരുന്നുണ്ടോ, ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ അതിൽ വേർഡിങ്സിൻ്റെ യൂസേജൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസം ഈ പ്രാവശ്യം അങ്ങനെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം
അടുത്ത വർഷം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ വന്ന ചേഞ്ചസ് വെച്ച് നോക്കുകയാണ്. അപ്പം അന്നേരം വരുന്ന പുതിയ ക്വസ്റ്റ്യൻസൊക്കെ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് ഫെയിലായി പോയാൽ അടുത്തതിനകത്തോട്ട് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എഡ്യൂക്കേറ്റീവ് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ എക്സാം എഴുതിയത് സെലക്ഷൻ ഫേസ് ആയിരുന്നു. അതിൽ എല്ലാവരും പോലെ എനിക്കും നല്ല മാർക്ക് കുറവായിരുന്നു. ജസ്റ്റ് എനിക്ക് 100 ക്രോസ് ചെയ്തതൊന്നും എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പുതിയ പാറ്റേൺ വന്നപ്പോഴത്തേക്കും എല്ലാവരും നല്ല പാനിക്കായിരുന്നു. പിന്നെ യൂട്യൂബിലും അല്ലാണ്ട് റൈസിൻ്റെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ആയാലും പുതിയ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസും അതിൻ്റെ സൊല്യൂഷൻസ് ക്ലാസ്സസ് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് അത് പിന്നെയും CGL ടയർ 1ലും അവരുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ചേഞ്ചസ് ഒക്കെ അതിലും ഉണ്ടായിരുന്നു. ടയർ 2 വന്നപ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഈ ഒരു ചെറിയ ഒരു മാറ്റം ഉണ്ടായിരുന്നത്. ബാക്കി ഒക്കെ പഠിച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോയി. ഇതെൻ്റെ അനിയത്തിയാണ് നിത്തു. ഇപ്പം പേരുകട ലോ അക്കാഡമിയിൽ 3rd ഇയർ LLB പഠിക്കും. ഫസ്റ്റ് ഇത് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കും ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ അവരും ചേട്ടനോട് വിളിച്ചിട്ട് എങ്ങനെയാ എന്താന്ന് കുറേ ഡൗട്ടൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ചേട്ടനിത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാനിപ്പോൾ 3rd ഇയർ LLB പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇനിയും 2 years ഉണ്ട്. അപ്പം എനിക്കും ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാനിതിന് വേണ്ടി ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. ഞാനിങ്ങനെ ഒരു ഫീൽഡിന് സെലക്ട് ചെയ്താലും ചേട്ടനെ ഗൈഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഷുവറാണ്. അത് സ്കൂൾ മുതലായാലും കോളേജിലായാലും എല്ലാ കാര്യത്തിനും എന്നെ 100% സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അതിൽ ഫുൾ സപ്പോർട്ടായിരിക്കുന്നത് എനിക്ക് 100% ഷുവറാണ്. ഞാൻ നിശാന്തിൻ്റെ നെയ്ബറാണെങ്കിലും വീട്ടിലുള്ളവർ അങ്ങനത്തെ പോലെ അടുപ്പമുള്ള ഒരു ആൻറ്റിയാണ്. നിശാന്ത് വളരെ ഹാർഡ് വർക്കിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിശാന്ത് ഇത് ഇങ്ങനെ ഉള്ള ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിശാന്ത് വലിയൊരു പ്രോത്സാഹനമാണ്. ഒരിക്കൽ അഥവാ നമ്മൾ ആരംഭത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ഫെയിലാവുകയോ ഒക്കെ ചെയ്താൽ പോലും ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ അതിന് പോവുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം. എപ്പോഴും പരിശ്രമം അതിൻ്റെ ഫലം കണ്ടെത്തും. ഫാമിലി ഫങ്ഷൻസ് ഒഴിവാക്കാൻ പറ്റാത്തത് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാക്സിമം ഒരു 2 വർഷം ഞാൻ ഇവിടെ തന്നെ എൻ്റെ റൂമിൽ തന്നെ, പിന്നെ ക്ലാസ്സിലുമായിട്ട് മാറി ഉള്ളതായിരുന്നു. എന്നാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയെന്ന് പറയത്തില്ല. ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കോൺടാക്ട്സ് ഒക്കെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാനങ്ങനെ ഒതുങ്ങിക്കൂടിയെന്ന് പറയത്തില്ല. എന്നാലും ഇതിനു വേണ്ടി കുറേയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ടെസ്റ്റൊക്കെ എടുക്കുമ്പം നല്ല മാർക്കുണ്ടായിരുന്നു. അത്യാവശ്യം സാറ്റിസ്ഫാക്ടറി കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ആ എക്സാം ഹോളിൽ ചെന്നിരുന്നപ്പം അതിൻ്റെ ഒരു പ്രഷറിൽ എനിക്ക് ചെറിയ ഒരു ബ്രെയിൻ ഫെയ്ഡ് സംഭവിച്ചു. അങ്ങനെ കുറേ മിസ്റ്റേക്സ് വരുത്തി. അതാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടയർ 2 പറ്റിയൊരു മിസ്റ്റേക്ക്. അതിനുശേഷം മനസ്സിലായത് ഇപ്പം നമ്മൾ ഒരു വെണ്ടറിൻ്റെ തന്നെ മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ ഒലിബോണിൻ്റെ തന്നെ മോക്ക് ടെസ്റ്റ് മാത്രം എഴുതിക്കൊണ്ടിരുന്നതിൽ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു പാറ്റേൺ ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ആയിപ്പോയിരുന്നു. അതിനുശേഷം വരുത്തിയൊരു മാറ്റമാണ് ഇപ്പം പല ആൾക്കാർ പെയ്ഡ് മോക്സ്, പല കമ്പനികളുടെ പെയ്ഡ് മോക്സ്, റൈസിൻ്റെ ആയാലും പല മോക്ക് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായി. അപ്പം ഒരു ഇതിൽ മാത്രമായിട്ട് ആയിപ്പോയിട്ടില്ല. അതൊരു ഡിഫറൻസ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് ഫെയിലായിപ്പോയ ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം വരുത്തിയ ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. അത് അത്യാവശ്യം റിസൾട്ട് തന്നിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടൻറ്റ് ലെവൽ 6 പോസ്റ്റാണ്. അപ്പം CGLന് പഠിക്കുന്ന എല്ലാവരുടെയും ഒരു എയിം പോലെ എൻ്റെ എയിം ഒരു ലെവൽ 7 പോസ്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ് ഞാൻ അന്നും ഒരു എയിമായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ എയിം ബാക്കിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇനി അടുത്ത വരുന്ന എക്സാംസ് എഴുതാൻ ഒരു പ്ലാനിലിരിക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പം അവിടെ ഇരുന്ന് പഠിക്കാനായാലും അങ്ങനെ ചെയ്യാനാണ് ഇപ്പം എൻ്റെ ഒരു